ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ജനങ്ങൾ ആർത്തുല്ലസിച്ച് മ്യൂസിക് കൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയ ജയിലർ. നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തകർത്ത് അഭിനയിച്ച ചിത്രം. എത്ര അഭിനയിച്ചിട്ടെന്താ, കഥയില്ലല്ലോ പടത്തിന്. അപ്പോ നമ്മുടെ ജയിലറായ മുത്തുവേൽ പാണ്ഡ്യന്റെ മകനെ ഒരു ദിവസം കാണാതാവുന്നു. ഈ മകനെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ ജയിലർ. ഇപ്പോ ഒരു ഹോട്ടൽ മുതലാളിയായ വർമ്മന്റെ സുഹൃത്തിനെ ജയിലറിന്റെ മകൻ കാണാതായതിൽ പങ്കുണ്ടെന്നറിഞ്ഞ ജയിലർ അവനെ കൊല്ലുന്നു. അവനെ കൊന്നതിന്റെ പേരിൽ വർമ്മൻ ജയിലറിനെയും ഫാമിലിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വർമ്മനെ കൊല്ലാനായി നമ്മുടെ ജയിലർ പുറപ്പെടുന്നു. അപ്പോഴാണ് അവിടെ വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ജയിലറിന്റെ മകൻ ഈ അതിക്രൂരനായ വർമ്മന്റെ കൈകളിലാണ്. വർമ്മൻ ജയിലറിന്റെ മകനെ വിടാനായി ഒരു ഡിമാൻഡ് മുമ്പോട്ട് വെച്ചു. എന്താണ്? വളരെ വിലപിടിപ്പുള്ള ഒരു കിരീടം മോഷ്ടിച്ച് വർമ്മന് കൊടുക്കുക, അതാണ് ഡിമാൻഡ്. അങ്ങനെ നമ്മുടെ ജയിലർ മോഷ്ടിക്കാൻ പോകുന്നു. അതിസാഹസികമായി അത് മോഷ്ടിക്കുന്നതായി വരുത്തി തീർത്ത് വർമ്മനെ കബളിപ്പിക്കുന്നു. പിന്നെ ആ കിരീടത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. ആ കിരീടം വർമ്മന് കൊടുത്ത് ഓമ്പിക്കുന്നു. അപ്പൊ ഒരു ക്രൗണാണ് പോണാറേ, അത് ഫേക്ക്. വീണ്ടും ഒരു ട്വിസ്റ്റ്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നമ്മുടെ ജയിലറിന്റെ മോൻ ഗുണ്ടയുടെ കൂടെ നിന്ന് ജയിലറെ ഓമ്പിക്കുകയായിരുന്നു. അവസാനം ഇതറിഞ്ഞ ജയിലർ തന്റെ മകനെ കൊല്ലുന്നു. ഇത്രയുള്ളൂ സിനിമ. സ്വന്തം തന്തയെ ചതിച്ച മകൻ. ഓ, കഷ്ടം തന്നെ. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പിന്നെ ജയിലർ ഒട്ടും മോശമല്ല, സ്വന്തം മകനെ അവസാനം കൊല്ലുകയും ചെയ്യുന്നു. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട് രണ്ടാം ഭാഗം വരാർ. എന്താവോ എന്തോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. Only for fun, eh?